ഞാൻ പരാതി കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ സ്റ്റേറ്റ്മെന്റ് പ്രസ് കോൺഫറൻസിന്റെ ഭാഗമായിട്ട് വളരെ ജാഗ്രതയോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തായി ഉത്തരവിട്ടു. അപ്പം എനിക്ക് തോന്നി കുഴപ്പമില്ല, തിരക്കടില്ല, ഉഷാറായി പോകുന്നുണ്ട്. പിറ്റേ ദിവസം എന്താണ് പോലീസ് അസോസിയേഷന്റെ സമ്മേളനം. അപ്പോൾ ഞാൻ പത്രസമ്മേളനം നടത്താൻ വരുമ്പോൾ പ്രസംഗം നടക്കില്ല, മുഖ്യമന്ത്രിന് ഓർമ്മയില്ലേ? പിറ്റേ ദിവസം ഞാൻ പത്രസമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് വേറൊരു ഡീറ്റെയിൽസ് പത്രക്കാർക്ക് കൈമാറാൻ വരുമ്പോൾ മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഈ കണ്ടു കാണപ്പെട്ട ആളുകളൊക്കെ പ്രസ് ക്ലബിലുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പ്രസംഗം കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞല്ലേ, എല്ലാവരും കേട്ടിരിക്കുക. ഈ ഇരിക്കുന്ന മലപ്പുറത്ത് എല്ലാവരും ഉണ്ട്. എന്താ പറയുന്നത്? പോലീസിലെ പുഴുക്കുത്തുകളുണ്ടല്ലോ, ആ പുഴുക്കുത്തുകളെ ഞാൻ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും, ഒറ്റ ഒരുത്തനെ വെച്ചെടുക്കില്ല. അല്ലോ ആശ്വാസമായല്ല. പടച്ചോനെ ഈ കാര്യം എവിടെയെങ്കിലും എത്തും. ഇവരൊക്കെ ചിരിക്കുക, മഹേശ്വരൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കുക. ആ പ്രസംഗം കേൾക്കുമ്പോഴേ ഞാനും ആശ്വസിച്ച് കുഴപ്പമില്ല, തിരക്കടില്ല, പോവല്ലേ. അങ്ങനെ പിറ്റേ ദിവസം അവിടെ CM-ന്റെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു. ഞാൻ തിരുവനന്തപുരത്ത് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ 12 മണിക്ക് കാണാമെന്ന് പറഞ്ഞു, 9 മണിക്ക് കാണാമെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ 5 മണിക്ക് എത്തുന്നു. CM-ന്റെ ഓഫീസിൽ വന്നു, എനിക്ക് ഫോൺ വന്നു, 9 മണിക്ക് SITയുടെ ഡീറ്റെയിൽഡ് മീറ്റിംഗ് ആണ്, 12 മണിക്ക് നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 12 മണിക്ക് വിളിച്ചു. അപ്പോൾ പറഞ്ഞു 12:30ക്ക് കറക്റ്റ് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 12:30ക്ക് ഞാൻ ചെല്ലുന്നു. CM മാത്രമേ ഉള്ളൂ, ആരില്ല. ഇതേപോലെ ടേബിൾ CM ഇരിക്കുന്നു. ആ കുറച്ച് ദൂരത്ത് കസാലയിൽ മാറി ഞാൻ ഇരിക്കുന്നു. ഈ പറയുന്ന CM-ന്റെ പരാതി, ഈ 11 പേജ് അടങ്ങുന്ന പരാതി ഞാൻ CM-ന് കൊടുക്കുകയാണ്. CM വളരെ റിലാക്സ് ചെയ്തിരുന്നിട്ട് ഇങ്ങനെ വായിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ കണ്ണാടിക്കൂടെ തന്നെ അങ്ങനെ നോക്കും. ഇത്ര ഗൗരവമാണല്ലോ ഈ പ്രശ്നങ്ങളെന്ന് കേൾക്കും. അങ്ങനെയാണല്ലോ, ഇത്രയൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ മനുഷ്യപ്രകൃതമായി നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ അങ്ങനെ ഇരുന്നൊരു സാധുവായിട്ട് ഇതെല്ലാം പുള്ളി വായിച്ചു കഴിഞ്ഞു. അതിലൊരു 3-4 വിഷയങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ എൻ്റെ ഉള്ളു പറഞ്ഞ് സംസാരിച്ചു. നമ്മളെന്താ വിചാരിക്കുന്നത്? ഇതിൽ സ്വാഭാവികല്ലേ, അദ്ദേഹം എൻ്റെ ഉള്ളെടുക്കാനാണ് ചോദിക്കുന്നത്, എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് കണ്ട് ഏറ്റവും വിശ്വസ്തനായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ ഞാൻ പോയിട്ട് ഈ കാര്യങ്ങൾ കൊടുക്കുകയാണ്. ഞാൻ ഉള്ളു പറഞ്ഞ് ഈ കാര്യങ്ങൾ പറഞ്ഞു. അത് മുഴുവൻ കേട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് CM-നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആരും CM-നോട് പറയില്ല, ഇനി പറയല്ലാതെ എനിക്ക് നിവൃത്തിയില്ല CM എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു നീ പറഞ്ഞോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു CM 5-8 മാസം മുമ്പ് CM-നോട് ഞാൻ പറഞ്ഞതാണ്, ഈ ശശിയും ഈ അജിത് കുമാറും ചതിക്കും, CM സൂക്ഷിക്കണം, ഇവർ കള്ളന്മാരാണ്. CM-ന് ഓർമ്മ ഉണ്ടല്ലോ, 8 മാസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 8-9 മാസം മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. അവസാനം ഈ സാജൻ സ്കറിയെ രക്ഷപ്പെടുത്താൻ ഇവർ കളിച്ച കളി എനിക്ക് ബോധ്യപ്പെടുകയാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ തെളിവുകളോട് കൂടിയിട്ട് ഞാൻ CM-നെ പോയി കാണുകയാണ്. അന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ CM അവിടെ ഇരുന്ന് ഇവര് ആ സാജൻ സ്കറിയെ ഡൽഹിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കളിച്ച കളി ഞാൻ വിട്ട ആളുകൾ ഇത് നോക്കിക്കാണുകയാണ് മാറി നിന്നിട്ട്. ആ കാര്യം കൃത്യമായി അദ്ദേഹത്തിനെ വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ കസാലയിൽ ഇരുന്നിട്ടൊരു നിശ്വാസം, എൻ്റെ ഹൃദയത്തിൽ തട്ടിയ നിശ്വാസം അത്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആയാൽ ഇപ്പം എന്താ ചെയ്യാൻ. സത്യത്തിൽ അത് എൻ്റെ മനസ്സിൽ കൊണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ ഒരു നിസ്സഹായാവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞു, അതെൻ്റെ മനസ്സിൽ വെച്ചു. അതിനുശേഷമാണ് ഈ അരീക്കോട് സംഭവം ഞാൻ ഈ പറഞ്ഞ വാക്യർ. അതിനുശേഷം ഞാൻ വരെ പിന്നാലെയാണ്. അപ്പം അതിനുശേഷം ഉണ്ടായി. അപ്പം എനിക്ക് മനസ്സിലായത് എന്താ, കാട്ടുകള്ളൻ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ പറയുന്ന ശശി തന്നെയാണ് ഈ മനുഷ്യനെ വികൃതമാക്കുന്നത്. കേരളത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളും ബഹുമാനപ്പെട്ട CM-മായി ചർച്ച ചെയ്യുന്നില്ല ഞാൻ മനസ്സിലാക്കുകയാണ്. ഇവിടെ നടക്കുന്ന പോലീസ് നടക്കുന്ന അഴിമതിയും ഈ അരാജകത്വവും അനവധി തവണ പറഞ്ഞിട്ടും ഒരനക്കവുമില്ല. അപ്പൊ ഈ കാട്ടുകള്ളനെ അവിടുന്ന് താഴെ ഇറക്കണമെന്ന് ഞാൻ അന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ അന്വേഷിച്ച് വരുന്നത്.